അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ്. യെസ്, നിങ്ങളെ കൂട്ടത്തിൽ വിജയിക്കാൻ ആഗ്രഹമുള്ളവരാരൊക്കെ ഉള്ളത്? എല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഓക്കെ, ഗുഡ്. എന്നാ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാൻ കഴിയുന്നവരൊന്ന് കൈവൂക്കാം. വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ? ലക്ഷ്യം വെച്ചത് നേടുക. റൈറ്റ് ആൻസർ. എന്താ പേരെന്താ? ലക്ഷ്യം നേടുക. ബുക്ക് കൊണ്ടുവന്നവരുണ്ടെങ്കിൽ ബുക്ക് കൊണ്ടുവന്നുണ്ടോ? ബുക്ക് കൊണ്ടുവന്നവരൊക്കെ ഒന്ന് എഴുതിയാട്ടെ, അല്ലെ ഒക്കെ എല്ലാം മറന്നുപോകും. ലക്ഷ്യം നേടുന്നതിനാണ് വിജയം എന്ന് പറയുന്നത്. ആളുകൾ വിജയിക്കണം എന്ന് പറയും, വിജയം എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയില്ല. പിന്നെ എങ്ങനെ വിജയിക്കുക? ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ആമുഖം വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ വികസനമാണ്. വിവിധ വിദ്യാർത്ഥി വ്യക്തിത്വ വികസനങ്ങളുണ്ട്. അധ്യാപകന്റെ വ്യക്തിത്വ വികസനം, രക്ഷിതാക്കളുടെ വ്യക്തിത്വ വികസനം, ബിസിനസ്സുകാരന്റെ വ്യക്തിത്വ വികസനം. പക്ഷെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വ്യക്തിത്വ വികസനം എന്നാൽ എന്താണ്? നോട്ടീസിലും പറയുന്നത് തന്നെയാണ്. ആദ്യത്തെ വാക്ക് എന്താ? വ്യക്തിത്വ വികസനം. എന്താണ് ഈ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ അറിയണം. എന്താണ് അതിന്റെ പ്രാധാന്യം? അത് നമ്മൾ അറിയണം. വ്യക്തിത്വ എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നതിനാവശ്യമായ മനോഭാവങ്ങളും ധാരണകളും മൂല്യങ്ങളും ശീലങ്ങളും വിവരങ്ങളും കഴിവുകളും ഉണ്ടാക്കുന്നതിനാണ് വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. വിജയിക്കണമെങ്കിൽ വിജയിക്കാൻ ആവശ്യമായ ഗുണം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. പലരിലും ഉള്ളത് പരാജയപ്പെടാനുള്ള ഗുണങ്ങളാണ്. എന്ത് ഗുണങ്ങളാണുള്ളത്? പരാജയപ്പെടാനുള്ള ഗുണങ്ങൾ. നമുക്ക് വേണ്ടത് വിജയിക്കാനുള്ള ഗുണങ്ങളാണ്. അപ്പൊ വ്യക്തിത്വ വികസനത്തിന്റെ നിർവചനമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. എഴുതിക്കോളൂ. ബുക്കുള്ളവർ എഴുതിക്കോളൂ, അല്ലാത്തവർ കേട്ടിരിക്കട്ടെ. അല്ല, ഞാൻ മറന്നുപോകും. എത്ര പേരെ കയ്യിൽ ബുക്കുണ്ട്? റൈസ് യുവർ ഹാൻഡ്. എത്ര പേരെ കയ്യിലാണ് ബുക്കുള്ളത്? ബാക്കിയുള്ളവരൊക്കെ വേദനയേക്കാൻ വരുന്ന മാതിരി അങ്ങനെ വന്നതാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താഴ്ത്തിയിട എല്ലാം തലയിൽ നിൽക്കുമെന്ന്? നിൽക്കുവോ? നിൽക്കൂല. ഏത് ക്ലാസ്സിന് പോകുമ്പോഴും പഠിച്ചോളൂ, ഒരു പുസ്തകവുമായിട്ട് പോകണം. എഴുതി വെക്കണം. ഏത് ക്ലാസ്സും നിങ്ങൾക്ക് ഉപകരിക്കണമെങ്കിൽ അത് എഴുതി വെക്കണം, അല്ലെ നമ്മൾ മറന്നുപോകും. എന്താണ് വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ? ബുക്കുള്ളവർ എഴുതിക്കൊള്ളുക. വിജയിക്കുന്നതിനാവശ്യമായ മനോഭാവങ്ങളും ധാരണകളും മൂല്യങ്ങളും ശീലങ്ങളും അറിവുകളും കഴിവുകളും വികസിപ്പിക്കുന്നതിനാണ് വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. വിജയിക്കണമെങ്കിൽ ഈ 6 തരത്തിലുള്ള ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത് സാധാരണ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിപ്പിക്കപ്പെടുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാലം പഠിച്ചിട്ട് വ്യക്തിത്വ വികസനം എന്താന്ന് സ്കൂളിൽ പഠിച്ചോ? ഏതെങ്കിലും മാഷ് പഠിപ്പിച്ചോ? ഇല്ല. അത് തന്നെയാണ് നമ്മൾ അന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ചെറിയൊരു പോരായ്മ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ എവിടുന്ന് പഠിക്കും? അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ മനോഭാവം, വിജയിക്കാൻ പറ്റിയ മനോഭാവം ഉണ്ടായിരിക്കണം. വിജയിക്കാൻ പറ്റിയ മൂല്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. വിജയിക്കാൻ പറ്റിയ വിശ്വാസങ്ങൾ നമുക്കുണ്ടായിരിക്കണം. വിജയിക്കാൻ പറ്റിയ ശീലങ്ങൾ നമുക്കുണ്ടായിരിക്കണം. വിജയിക്കാൻ ആവശ്യമായ വിവരം നമുക്കുണ്ടായിരിക്കണം. വിജയിക്കാൻ ആവശ്യമായ കഴിവുകൾ നമുക്കുണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ.
നമ്മൾക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അത്ഭുതകരമായ കഴിവുകളുണ്ട്, അത്ഭുതകരമായ കഴിവുകൾ. പക്ഷെ നമ്മൾ കഴിവില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്, നമ്മൾ കഴിവില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും വലിയ അബദ്ധം കുടുങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, വിജയിക്കുന്നതിനാവശ്യമായ ഈ കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. ഇനി വിജയം എന്നാൽ എന്താണ്? വിജയം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ബുക്കുള്ളവർ എഴുതിക്കൊള്ളുക, ലക്ഷ്യങ്ങൾ നേടുന്നതിന് വിജയം എന്ന് പറയുന്നു. ആളുകൾ വിജയിക്കണം വിജയിക്കണം എന്നേ പറയാറുള്ളൂ. വിജയിക്കണം എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമല്ല. വിജയിക്കണം എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമാകുന്നില്ല. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നേടുക. ഏത് ലക്ഷ്യം നേടേണ്ടത്? ഇവിടെ കാര്യം വ്യക്തമാകുന്നില്ല. ലക്ഷ്യം ഏതാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ലക്ഷ്യം വെക്കേണ്ടത്? ഇതുപോലും അറിയാതെയാണ് ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് എന്ത് പറയുന്നത്? വിജയമെന്ന് പറയുന്നത്. ഇനി ലക്ഷ്യം എന്നാൽ എന്താണ്? അത് പഠിച്ചിട്ടപ്പോ നമ്മൾ എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞാല്? എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞാല്? തെറ്റട്ടെ, തെറ്റുമോ എന്ന് നിങ്ങൾ ഭയപ്പെടാനേ പാടില്ല. തെറ്റിച്ചുകൊണ്ട് മാത്രമേ ശരി പഠിക്കാൻ കഴിയുകയുള്ളൂ. ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? നേടാൻ ആഗ്രഹിക്കുന്നത്. ഒരു പരിധി വരെ ശരിയാണ്. വേറെ വല്ലതും പറയാണ്ട് ആർക്കെങ്കിലും? ലക്ഷ്യമെന്നാൽ എന്തെങ്കിലും നേടണമെന്ന തീരുമാനമാണ് ലക്ഷ്യം. എഴുതിക്കോളൂ, എന്തെങ്കിലും നേടണമെന്ന തീരുമാനമാണ് ലക്ഷ്യം. ആളുകൾ ലക്ഷ്യമുണ്ടെന്ന് വെറുതെ പറയാം. പലർക്കും എന്തില്ല? ലക്ഷ്യം ഇല്ല. ലക്ഷ്യമുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാം? ലക്ഷ്യമുള്ള ആള് ആ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കണം. ലക്ഷ്യമുള്ള ആൾ ആ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കണം. ആ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കാൻ അയാൾക്ക് ആവേശമുണ്ടായിരിക്കണം. വരുന്ന പരീക്ഷകളെല്ലാം A+ഓടുകൂടി പാസ്സാവണം എന്ന് ലക്ഷ്യമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. ഓ, ഇത്രയും ആളുകൾക്ക് ലക്ഷ്യമുണ്ട് അല്ലേ? താഴ്ത്തിയിടുക. ഇനി പഠിക്കാൻ മടിയില്ലാത്തോര് ഒന്ന് സത്യസന്ധമായി കൈപൊക്കിയാട്ടെ. എങ്ങനെയുണ്ട് A+? കണ്ടോ? പഠിക്കാൻ നമുക്ക് മടിയുണ്ട്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മടി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. മടി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഈ മടി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല നമുക്ക് മാർക്ക് കിട്ടാത്തത്. നമുക്ക് കുറെ ദുർഗങ്ങളുണ്ട്. മടി അല്ലേ? പലതരം മടികളാണ്. ഇല്ല, എനിക്കൊരു കാര്യത്തിലും മടിയില്ല എന്ന് പറയുന്ന ആള് കൈപോക്കിയാട്ടെ. വെറുതെ കൈപോക്കണ്ട, അടുത്ത ചോദ്യത്തില് ബുദ്ധിമുട്ടാവും. വിവിധ തരം മടികൾ നമുക്കൊക്കെ ഇല്ല, ഉണ്ട്. വിവിധ തരം മടി. ചിലർക്ക് മടിയാന്ന് പറയാനും മടിയാ. യെസ്, മടി നമുക്കുണ്ട്. മടി നമ്മളെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് എന്ന് നമ്മൾ അറിയണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഇതുവരെ? വ്യക്തിത്വ വികസനം എന്നാൽ എന്താണ്? വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൂന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മിനിറ്റ് ഒന്ന് മനസ്സിലാലോചിക്കുക. എന്തൊക്കെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളത് എന്ന്. ആലോചിച്ചോ? എന്താണ് ലക്ഷ്യങ്ങളൊക്കെ ഉള്ളതെന്ന്? ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിരിക്കും ലക്ഷ്യം എന്താണെന്ന് ആലോചിക്കുന്നത്. വിദ്യാർത്ഥിക്ക് വളരെ നേരത്തെ കിട്ടേണ്ട ഒരു ക്ലാസ് ആണ് എന്തൊക്കെയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന്. ആലോചിച്ചോ? ഓ, പറഞ്ഞാട്ടെ, എന്തൊക്കെ ലക്ഷ്യം വെക്കുന്നത്? നല്ല മാർക്കോട് കൂടി വിജയിക്കണം എന്ന ലക്ഷ്യമുണ്ട്. വേറെ വല്ല ലക്ഷ്യവും? എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം എന്ന ലക്ഷ്യമുണ്ട്.
ഓക്കെ, വേറെ അത്രേ ഉള്ളൂ തൽക്കാലം. അടുത്താൾ എങ്ങനെ നല്ലോണം പഠിച്ച് ജയിക്കണം. പിന്നെ മൊബൈൽ മെക്കാനിക്കാണ് അവിടെ, മൊബൈൽ മെക്കാനിക് ആവാം. പിന്നെ കഴിഞ്ഞു. വേറെ ആയിരിക്കും എന്താ ലക്ഷ്യമുള്ളത് പറഞ്ഞാൽ? സ്വർഗത്തിൽ പോവാം അല്ലേ? ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ പോവാം. ആവട്ടെ, സ്വർഗത്തിൽ പോകാൻ ലക്ഷ്യം വെക്കുന്നവർക്കൊന്ന് കൈവയ്ക്കട്ടെ. ആവട്ടെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? സ്വർഗത്തിൽ പോകണ എന്ത് വേണ്ടി വരും? അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യേണ്ടി വരും. അല്ലാതെ അള്ളാഹ് സ്വർഗം വെറുതെ എല്ലാ അടുത്ത ജന്മം നന്നാവില്ല. രണ്ട് വിശ്വാസമാണ് അതിനെ പറ്റിയുള്ളത്. ഒന്ന് സ്വർഗം, രണ്ടടുത്ത ജന്മം. യെസ്, ആവട്ടെ. വേറെ നല്ല ലക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞില്ലേ? യെസ്, SLCക്ക് ഫുൾ എപ്പിസോഡ് കൂടി ജയിച്ച് സിവിൽ എഞ്ചിനീയർ ആവണം, അതാണ് ലക്ഷ്യം. പിന്നെ ഇനി ഞാൻ നോക്കട്ടെ, ആർക്കൊക്കെ ഡോക്ടർ ആവാൻ ലക്ഷ്യമുള്ളവരാരൊക്കെ ഉണ്ട്? ഡോക്ടർമാർ ആരുമില്ല. എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നത്? പണ്ടൊക്കെ ഡോക്ടർമാരായിരുന്നു കൂടുതൽ, ഇപ്പൊ എഞ്ചിനീയർമാരാ കൂടുതൽ. എഞ്ചിനീയറിംഗ് ഇപ്പൊ നല്ല ശമ്പളവും, അതുകൊണ്ടാ. ഓക്കെ, ഇത്രയും ആളുകൾ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു. ഗുഡ്. പിന്നെ വേറെന്താ ആവാൻ ആഗ്രഹിക്കുന്നത്? പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ? അതൊരു പുതിയ പ്രവണതയാണ് ഇപ്പോൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. പൈലറ്റ് ആവാൻ ആഗ്രഹം. കാശില്ലാതെ ലോകം കാണാം, അതുകൊണ്ടായിരിക്കും തോന്നുന്നത്. പിന്നെ ബിസിനസ്മാൻ ആരുമില്ല. പോലീസ്, പട്ടാളം, പിന്നെ ഉസ്താദ്. ഗുഡ്. ഇനി കൈപോക്കാൻ ബാക്കിയുള്ളൂ എന്ന് കൈപോക്കിയാട്ടെ. എന്താ വേണ്ടി? എന്താ വേണ്ടേ? ഇതുവരെ ആലോചിച്ചിട്ടേ അല്ല. എന്താ വേണ്ടത്? പൈലറ്റ്. അവിടെ ആരോ ഇനി ബാക്കിയുണ്ടല്ലോ. മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം. ഇവിടെ എന്താ വേണ്ടത്? സയന്റിസ്റ്റ്, അബുൽ കലാം. ഇവിടെ എന്താ വേണ്ടത്? ഇലക്ട്രീഷ്യൻ. ചെറുതായിട്ട് ഇങ്ങനെ ജീവിതമായിട്ട് പോയാൽ മതി അല്ലേ? ഏതായാലും നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ജോലിയുടെ കാര്യത്തിൽ മാത്രം പോരാ നമുക്ക് ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യവാനായി ജീവിക്കണ്ടേ? വേണോ വേണ്ടേ? വേണം. പക്ഷെ നിങ്ങൾ ആർക്കും ലക്ഷ്യമായിട്ട് പറഞ്ഞില്ലല്ലോ. ആരോഗ്യവാനായി ജീവിക്കുക എന്നത് ലക്ഷ്യമായിട്ട് ആരും പറഞ്ഞില്ല. ഓ, നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം ആരോഗ്യം ഉണ്ടാവും അല്ലേ? അഭിപ്രായം കേട്ടില്ല നിങ്ങള്? ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം താനെ ഉണ്ടാവും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോഷകാഹാരം കഴിക്കാതെ, വ്യായാമം ചെയ്യാതെ, ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, സയൻസ് വളരുകയാണ്, ആരോഗ്യം തകരുകയാണ്. മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സയൻസ് വളരുകയാണ്, ആരോഗ്യം തകരുകയാണ്. ലോകത്തെ ഏറ്റവും പുരോഗമിച്ച രാഷ്ട്രം അമേരിക്കയാണ്. ലോകത്ത് ആരോഗ്യത്തിൽ അത്യാവശ്യം ഏറ്റവും പിന്നിൽ കിടക്കുന്നത് അമേരിക്കയാണ്. നിങ്ങൾ അറിയണം വിവരം. യെസ്. എന്താ ഇതിന്റെ കാരണം? ആരോഗ്യവാനായി ജീവിക്കണമെന്ന ലക്ഷ്യമില്ലായ്മ. ആരോഗ്യവാനായി ജീവിക്കണമെന്ന ഐസ്ക്രീം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. ഐസ്ക്രീം ആരോഗ്യത്തിന് അങ്ങേയറ്റം ഹാനികരമാണ്. ഒരു കെമിക്കൽ ഇട്ടിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. പക്ഷെ രുചിയുള്ളതാണ്, നമ്മൾ കഴിക്കും. അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന അച്ചാർ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. കേടുവരാതിരിക്കാനുള്ള കെമിക്കൽ ഇട്ടിട്ടാണ് അച്ചാർ വരുന്നത്. യെസ്. ആരോഗ്യവാനായി ജീവിക്കാനൊന്നും നമ്മൾ എന്താക്കിയിട്ടില്ല, നമ്മൾ ലക്ഷ്യം വെച്ചിട്ടില്ല.
അപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരാജയം എന്നാൽ എന്താണ്, പരാജയം എന്നാൽ എന്താണ്, അതുകൂടി നമ്മൾ അറിയണമല്ലോ. വിജയത്തിന്റെ നിർവചനം ഞാൻ പറഞ്ഞല്ലോ. എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ? അപ്പൊ പരാജയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പരാജയം എന്ന് പറഞ്ഞാൽ ഒന്ന്, ലക്ഷ്യം നേടാതിരിക്കൽ. എഴുതിക്കൊള്ളുക. ഒന്ന്, ലക്ഷ്യം നേടാതിരിക്കൽ. രണ്ട്, ലക്ഷ്യം വെക്കേണ്ടത് ലക്ഷ്യം വെക്കാതിരിക്കൽ. ലക്ഷ്യം വെക്കേണ്ടത് ലക്ഷ്യം വെക്കാതിരിക്കൽ. ആരോഗ്യം നമ്മൾ ലക്ഷ്യം വെക്കണോ വേണ്ടേ? പക്ഷെ നമ്മൾ ലക്ഷ്യം വെച്ചോ? ഇല്ല. അവിടെയാണ് നമ്മുടെ പരാജയം. നമ്മൾ ലക്ഷ്യം വെച്ചില്ല. നീ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയാവോ ജീവിച്ചു പോവാൻ? അത് മതിയാവില്ല. അപ്പൊ സാമ്പത്തിക ഭദ്രത നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതാണ്. ഇപ്പോൾ ലക്ഷ്യം വെച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ലക്ഷ്യം വെക്കേണ്ടി വരും. ലക്ഷ്യം വെക്കേണ്ടി വരും. ലക്ഷ്യം വെക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഹാപ്പിനെസ്, സുഖം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സുഖമാണോ അല്ലേ? അല്ല. എഞ്ചിനീയർ ആവാന്ന് പറഞ്ഞല്ലോ അല്ലേ? എന്തിനാ എഞ്ചിനീയർ ആവുന്നത്? എന്തിനാ എഞ്ചിനീയർ ആവുന്നത്? ഇപ്പോഴുള്ള കഷ്ടപ്പാടൊക്കെ മാറി. ഓക്കെ, പേരെന്താ? സൂരജ്. അപ്പൊ സൂരജ് പറഞ്ഞ് ഇപ്പോഴുള്ള കഷ്ടപ്പാടൊക്കെ മാറി വീട്ടിലുള്ളവരൊക്കെ നന്നായി നോക്കാൻ എഞ്ചിനീയർ ആയാലും എങ്ങനെയാ അത് സാധിക്കാം? ആണ്ടോ, കാശ് കിട്ടും അല്ലേ? അപ്പൊ നേർക്കുനേരെ പറഞ്ഞാൽ കാശ് കിട്ടാനാണ് എന്താവുന്നത്? എഞ്ചിനീയർ ആവുന്നത്. കാശ് കിട്ടിയാൽ എന്താ ചെയ്യാ? കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? ചെലവാക്കും. ആവശ്യമുള്ളത് വാങ്ങും. ആവശ്യമുള്ളതിന് വേണ്ടിയിട്ട് ചെലവാക്കും അല്ലേ? ആവശ്യമുള്ളതിന് ചെലവാക്കിയാൽ എന്താണ്? ആവശ്യമുള്ളത് ചെലവാക്കാൻ കാശില്ലാഞ്ഞാൽ എന്താ പ്രശ്നം? ആവശ്യത്തിന് ചെലവാക്കാൻ കാശില്ലാഞ്ഞാൽ എന്താ പ്രശ്നം? ആവശ്യം നടക്കാഞ്ഞാൽ എന്താ പ്രശ്നം? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് സുഖമുണ്ടാവില്ല. നമുക്ക് ആവശ്യം നടക്കാതിരുന്നാൽ നമുക്ക് സുഖം കിട്ടില്ല. ഇതാ നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയം. നമ്മൾ ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ സുഖമാണ്. സുഖം, ഹാപ്പിനെസ്. എന്താ ലക്ഷ്യം വെക്കേണ്ട? ഒന്ന്, ഹാപ്പിനെസ്, സുഖം. ബാക്കിയുള്ള ലക്ഷ്യങ്ങളെല്ലാം സുഖം നേടാനുള്ളതാണ്. എഞ്ചിനീയർ ആവുന്നതും പണം കിട്ടുന്നതും സുഹൃത്തുക്കളും നല്ല മനുഷ്യബന്ധങ്ങളും അധികാരവും എല്ലാം എന്തിനാണ്? ഫോർ ഹാപ്പിനെസ്. എന്തിനാണ്? ഫോർ ഹാപ്പിനെസ്. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതാണ്. ആരോഗ്യം ലക്ഷ്യം വെക്കണം. വേണ്ട? ആരോഗ്യം ലക്ഷ്യം വെക്കണം. അതോടൊപ്പം നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട ഒന്നാണ് ഒരു നല്ല കുട്ടിയാകുക, ഒരു നല്ല വിദ്യാർത്ഥിയാവുക. വേണോ വേണ്ടേ? വേണം. ഒരു നല്ല കുട്ടിയാവുക, ഒരു നല്ല വിദ്യാർത്ഥിയാവുക. ഇനി വളരെ സത്യസന്ധമായി നിങ്ങൾ പ്രതികരിക്കാൻ പാടുന്നു. ഞാൻ വളരെ നല്ല കുട്ടിയാകുന്നു എന്ന് പറയുന്ന ആളുകൾ സത്യസന്ധമായി കൈവക്കുക. ഞാൻ വളരെ നല്ല കുട്ടിയാവുന്നു. എന്തോ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തോ ചെറിയ പന്തികേടുകളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താവുന്നുണ്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. വളരെ നല്ല സത്യസന്ധതയെ ഐ അപ്രിഷിയേറ്റ് യുവർ ഫ്രാങ്ക്നെസ്. യെസ്. കൈവക്കീണ? ഇല്ല. യെസ്. ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടാവേണ്ടത് നിങ്ങൾ നല്ല കുട്ടിയാവണം, നല്ല വിദ്യാർത്ഥിയാവണം. ഇന്നത്തെ വിദ്യാർത്ഥികൾ പലരും അച്ചടക്കമില്ലാത്തവരും അനുസരണമില്ലാത്തവരും സ്കൂളിലെ വസ്തുക്കൾ നശിപ്പിക്കുന്നവരും വീട്ടിൽ കച്ചറയുണ്ടാക്കുന്നവരും. പിന്നെ നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, അപ്പുറത്തെ സ്കൂളിലെ കുട്ടികളെ പറ്റിയ. തല്ലു പിടിക്കുന്നവരും. നല്ല വിദ്യാർത്ഥികളാവണം, നല്ല കുട്ടികളാവണം. ഇനി ഞാൻ സത്യസന്ധമായ ഒരു കാര്യം ചോദിക്കാം നിങ്ങളോട്. എല്ലാവരും ഒന്ന് കണ്ണടക്കുക.
നല്ല കുട്ടിയാവുക എന്ന് നിങ്ങൾ ലക്ഷ്യം വെക്കണം. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് കണ്ണുറക്കാൻ പാടില്ല. അനുസരണമുള്ള വിദ്യാർത്ഥികൾ കണ്ണുറക്കരുത്. അനുസരണമുള്ളവർ കണ്ണുറക്കാൻ പാടില്ല. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് തന്റെ മാതാവിനോട് ദേഷ്യം പിടിക്കാത്തവരൊന്ന് കൈവയ്ക്കട്ടെ. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് മാതാവിനോട് ദേഷ്യം പിടിക്കാത്തവർ എത്ര പേരുണ്ട്? ആകെ 2 ആളാണുള്ളത്. ആകെ 2 പേരാണുള്ളത്. മാതാവിനോട് ദേഷ്യം പിടിക്കാത്തവർ 3 ആളുണ്ട്. കണ്ണടച്ചെന്നെ വെക്കുക. ഇത് നല്ല പെരുമാറ്റമാണോ ചീത്ത പെരുമാറ്റമാണോ? എന്താ ചീത്തമാ? ഇനി കൈ താഴ്ത്തിട്ടോളൂ. കണ്ണുറക്കാനായിട്ടില്ല. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് മാതാവിനെ ചീത്ത പറയാത്തവർ ഒന്ന് കൈവക്കുക. ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിലും ചീത്ത പറഞ്ഞിട്ടില്ല. ദേഷ്യം പിടിച്ചാൽ മിക്കവാറും ചീത്തയാണ് അടുത്ത പരിപാടി. ആവട്ടെ, താഴ്ത്തിയിടുക. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് മാതാവിനെ അടിക്കാത്തവർ, അങ്ങനത്തെ വിദഗ്ധന്മാരുണ്ട്. ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്തും ചെയ്തോളൂ. താഴ്ത്തിയിടുക. നല്ല കുട്ടികളാ. അപ്പൊ എന്താവണം? ഇവിടെയും നമ്മള് കണ്ണു തുറന്നോളൂ. ഇത് സ്കൂളിൽ പഠിപ്പിക്കൂല. സ്കൂളിൽ കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും പഠിപ്പിക്കും. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കൂല. ഈ പഠിപ്പിച്ചാൽ തന്നെ നടപ്പിലാക്കൂല. യെസ്. അപ്പൊ എന്ത് ചെയ്യണം അറിയോ? നല്ല കുട്ടിയാവുക. നല്ല കുട്ടി. നിങ്ങൾക്കെല്ലാം നിങ്ങളെ മാതാക്കളോട് സ്നേഹമാണോ? ആണ്. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ആ സ്നേഹം കാണിക്കുന്നത്? ഒരാളെ എഴുന്നേറ്റ് പറയാ. എങ്ങനെയാണ് നിങ്ങൾ ആ സ്നേഹം കാണിക്കുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. ഉമ്മന്റെ അടുത്ത് പോയിട്ട്, ഉമ്മ നിങ്ങളോട് എനിക്ക് സ്നേഹമാണ്. അല്ലെ, അതിന്റെ രൂപം എങ്ങനെയെന്നാ എനിക്കറിയേണ്ടത്. ബഹുമാനിക്കും അല്ലേ? മാതാവിനെ എങ്ങനെയൊക്കെ ബഹുമാനിക്കുന്ന രൂപം എന്ന് പറഞ്ഞു തന്നെ അതൊന്ന് കേൾക്കട്ടെ. അവരെവിടെങ്കിലും പോയി വരികയാണെങ്കിൽ ഉമ്മ വരുന്ന സമയത്ത് എഴുന്നേറ്റുക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ സലാം പറയും. വെരി ഗുഡ്. പിന്നെ പിന്നെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ടൗണിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാല് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാ. വാപ്പ വാങ്ങിക്കൊണ്ടുവരാ, നീയും പോയി വാങ്ങിക്കൊണ്ടുവരും. നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 റുപ്യ കൈക്കൂലി എന്നാ ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ അറിയും അല്ലേ? അങ്ങനൊന്നുമില്ല. ഏതായാലും ആവട്ടെ, മക്കളെ നിങ്ങൾ നല്ല മക്കളാവണം. നല്ല മക്കളാവണം. നിങ്ങളെ കഥയല്ല ഞാൻ പറയുന്നത്. ഭൂരിഭാഗം മക്കൾക്കും മാതാക്കളോട് യാതൊരു സ്നേഹവുമില്ല. വേറെ 2 എന്ന് പറഞ്ഞു നടക്കുകയാണ്. നിങ്ങൾ എങ്ങനെ സ്നേഹം കാണിക്കുന്നത് അത് പറഞ്ഞു തരി എനിക്ക്. സ്നേഹം ഉണ്ടെങ്കിൽ മാതാവിനോട് ദേഷ്യം പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. പലരും ദേഷ്യം പിടിക്കാറുണ്ട് ഇല്ലേ? ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? പിന്നെങ്ങനെയാണ് മാതാക്കളെ ബഹുമാനിക്കേണ്ടത്? കാരണം മാതാവിനോടും പിതാവിനോടുള്ള ബഹുമാനത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ രണ്ടും രണ്ടാക്കുന്നത്. കാരണം മാതാവ് എപ്പോഴും വരെ തന്നെയാണല്ലോ. വെരി ഗുഡ്. മാതാവിന് അസുഖം വരുമ്പോൾ മാതാവിനെ ശുശ്രൂഷിക്കുക. നിങ്ങൾ പറയുന്നത് വീടിനെയും മാതാവിനെയും. ഗുഡ്. പിന്നെ ഇതൊക്കെ പഠിക്കണം. ഇതൊന്നും സ്കൂളിൽ പഠിക്കൂല. പിന്നെ പറയുന്നത് അനുസരിക്കുക. വേണ്ടേ? പറയുന്നത് അനുസരിക്കണം. വീട്ടിലെ ജോലിയിൽ എന്താക്കണം? അവനവന്റെ കഴിവനുസരിച്ച് സഹായിക്കണം. യെസ്. നിങ്ങൾക്ക് ഇസ്തിരി ഇടാൻ എത്ര പേർക്ക് അറിയാം? ഒന്ന് കൈവൂക്ക്. ഇസ്തിരി ഇടുക. ഇസ്തിരി എന്നല്ല പറയാ ഇവിടെ. ചില സ്ഥലത്ത് പ്രസ് ചെയ്യാന്നൊക്കെ. അയൺ. തേപ്പ് വെട്ടി തന്നെ. തേപ്പ് വെട്ടി ഉപയോഗിക്കാൻ എത്ര പേർക്ക് അറിയാം?
താഴ്ത്തിയിടുക. നിങ്ങളത് സ്വന്തം നിങ്ങൾ തേക്കാണോ അല്ല മാതാവ് തേച്ചു തരാണോ? സ്വന്തം തേക്കും. ഓക്കെ, ഗുഡ്, ആവട്ടെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നല്ല കുട്ടികളാവുക. ആരാ മുന്നിൽ? രക്ഷിതാക്കളുടെ മുന്നിൽ. ചിലതിന് കുട്ടി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്ന് അർത്ഥമുണ്ട്. ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കും, അതിന്റെ അർത്ഥം വിദ്യാർത്ഥി എന്നാണ്. സ്കൂളിൽ നിങ്ങൾ നല്ല കുട്ടികളാവണം, ചീത്തപ്പേര് പറയിപ്പിക്കാൻ പാടില്ല. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ഒരു കൊല്ലത്തിന് ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് ഒരു വിധത്തിലുള്ള ശിക്ഷയും കിട്ടാത്തവർ കൈവക്കുക. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ അച്ചടക്കരാഹിത്യം കാണിച്ചിട്ടുണ്ട്, പെരുമാറ്റത്തിൽ വൈകല്യം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. യെസ്, അടികൂടിയിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ മോഷ്ടിക്കലൊക്കെ. അത് നിങ്ങൾ തീരെ നടത്താറേ ഇല്ല. വെരി ഗുഡ്. ചില കംപ്ലൈന്റ് വരാറുണ്ട്. പേന കട്ടു, അത് മോഷ്ടിച്ചു, ഇതാക്കി, അല്ലെ പൈപ്പ് പൊട്ടിച്ചു, ഡെസ്കിന്റെ മുകളിൽ എഴുതി വെച്ചു, കക്കൂസിന്റെ ഡോറിന്റെ മുകളിൽ സാഹിത്യം എഴുതി വെച്ചു. ഇന്ത്യൻ റെയിൽവേ അതിന് വളരെ വിദഗ്ധമാണ്. ഇപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, നല്ല കുട്ടിയാവുക. രണ്ട്, നല്ല വിദ്യാർത്ഥിയാവുക. ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? യു ഷുഡ് ബി റെഡി ഫോർ ദാറ്റ്. നല്ല കുട്ടികളാവണം, നല്ല വിദ്യാർത്ഥികളാവണം. യെസ്. ഇനി നമുക്ക് നല്ല പെരുമാറ്റം ഉണ്ടാവണം. നല്ല എന്താ ഈ നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ? എല്ലാവരും പറയുന്നൊരു വാക്കാണെന്ത്? നല്ല. നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും മോശമായി പെരുമാറിയ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ നിന്നോ അല്ലാത്ത സ്ഥലത്തുനിന്നോ എവിടുന്നെങ്കിലും ആരെങ്കിലും ഓർമ്മയുണ്ടോ? കൈപോക്കി. ഓക്കെ, എന്തായിരുന്നു സംഭവം? ക്ലാസ്സിലെ കുട്ടികൾ കളിയാക്കും. കളിയാക്കുമ്പോ നമുക്ക് എന്തുണ്ടാവും? വിഷമുണ്ടാവും, അല്ലേ? കളിയാക്കുക എന്നത് ഒരു ചീത്ത സ്വഭാവമാണ്. ഇവിടെ വേറെ ഒരാളുണ്ടായിരുന്നല്ലോ. ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ചീത്ത പറയും, ആരെ സ്ഥലത്തു നിന്നാണെങ്കിലും, അല്ലേ? ടീച്ചർ ചീത്ത പറയുക എന്നത് കാര്യത്തിനാണെങ്കിൽ ഒരു ചീത്ത പെരുമാറ്റമാണോ? അല്ല. നമ്മുടെ ഭാഗത്ത് തെറ്റിനാണ് ചീത്ത പറഞ്ഞതെങ്കിൽ അത് പറയാനുള്ള അവകാശം ആർക്കുണ്ട്? ടീച്ചർക്ക് തീർച്ചയായും ഉണ്ട്. യെസ്. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങളോട് ആളുകൾ നന്നായി പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ മറ്റുള്ളവരോട് മോശമായി പെരുമാറാനും ആഗ്രഹിക്കുന്നു. പിന്നെന്താ പ്രശ്നം? അപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പോൾ നടക്കുന്നത് അതാണ്. നമ്മളോട് മറ്റുള്ളവർ നന്നായി പെരുമാറണം, മറ്റുള്ളവരോട് നമ്മൾ എന്താവില്ല? നന്നായി. ഈ നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അറിയണം. എന്തായി നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ? സാമൂഹ്യമായി, ധാർമ്മികമായി, സാന്ദർഭികമായി സന്തോഷമുണ്ടാക്കുന്ന പെരുമാറ്റം. അതിനാ നല്ല പെരുമാറ്റം എന്ന് പറയുന്നത്. നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പോരാ, സന്ദർഭത്തിനനുസരിച്ച് ധാർമ്മികമായി, അവസരോചിതമായി സന്തോഷമുണ്ടാക്കുന്ന പെരുമാറ്റത്തിനാണ് നല്ല പെരുമാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് മറ്റവന്റെ ചെവിക്കൊരൊറ്റ മാറ്റം, നല്ല പെരുമാറ്റം, അല്ലേ? അല്ലെങ്കിൽ അവൻ ഓടിപ്പോകുന്ന സമയത്ത് കാലിട്ട് വെച്ചു, അല്ലെ? ഫുട്ബോൾ കളിക്കുന്നതിനകത്ത് കാലിന്, ഞങ്ങളുടെ നാട്ടിൽ കൊക്ക വെക്കുകയെന്ന് അറിയില്ല, എന്നിട്ട് അയാളെ തള്ളിയിടുക, അല്ലേ? അല്ലെ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബഹളം വെക്കുക. സംഭവിക്കാറില്ലേ? സംഭവിക്കാറുണ്ട്. ഇതൊന്നും നല്ല പെരുമാറ്റം അല്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് മോശപ്പെട്ട പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ശരിയല്ലേ? ശരിയല്ല? ശരിയാണ്.
അതേപ്പറ്റി നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല. ചില ആളുകളൊക്കെ വലിയ വമ്പന്മാരും വില്ലന്മാരും ദാതകളുമാ അല്ലേ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നിങ്ങളൊക്കെ പല സ്കൂളും പഠിക്കുന്നവരല്ലേ? നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും നല്ല കുട്ടീനെ ഓരോരുത്തരും കണ്ടെത്തുക. നിങ്ങൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും നല്ല കുട്ടീനെ കണ്ടെത്തി. വേണമെങ്കിൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞോളൂ, അതിന് വിരോധമൊന്നുമില്ല. ഓക്കെ, കണ്ടെത്തിയോ? ആളെ കണ്ടോ? ആരാ? പേരങ്ങ് പറഞ്ഞോ, എനിക്കറിയില്ലല്ലോ. ആരാ? ആരുമില്ല. തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയല്ലോ. ആരോ ഒരാളുണ്ടാവൂലേ? ആരുമില്ല. യെസ്, കണ്ടോ? ആരുമില്ല. നിങ്ങൾ ഒന്നായിട്ട് യൂണിയൻ ആയതാ? യെസ്, റംസീർ. ഓക്കെ, ആ പറയ്. ആരാ? അസ്ന. കണ്ടോ? കണ്ടെത്തുന്നു. അപ്പൊ നല്ലോലാരാന്ന് കണ്ടെത്താനും കഴിയില്ല എന്നർത്ഥം. നല്ല സ്വഭാവമുള്ളവരാരാണ് എന്ന് കണ്ടെത്താനും കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. യെസ്, ഷാഹുൽ. കണ്ടോ? ഓക്കെ, ആൾ ഇവിടെ ഉണ്ടോ? ആയിക്കോട്ടെ, നല്ല കാര്യം. പിന്നെ ആരാ? മക്കളെ നിങ്ങളെ കണ്ടെത്താൻ പഠിക്കണം. നിങ്ങളെ ക്ലാസ്സിലെ ഏറ്റവും നല്ല യെസ് ഷീസൽ. ഓക്കെ, കണ്ടോ? കണ്ടെത്തുന്നത് ആരാ? അനന്തൻ. ആ, ഗുഡ്. ഇനി നിങ്ങൾ കണ്ടെത്തേണ്ടത് ആഷിഖ്. ഓക്കെ, ഫൈൻ, കണ്ടെത്തി. ഇനി നിങ്ങൾ ആരെ കണ്ടെത്തേണ്ടത് അറിയോ? നിങ്ങളെ ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ടവനെ. വിളിച്ചു പറയണ്ട, മനസ്സിൽ ആലോചിച്ച് കണ്ടെത്തൂ നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് എന്ന്. എന്താ അറിയില്ലേ? ആളുണ്ട്, പറയണ്ട. കണ്ടോ നിങ്ങള്? ആ മോശപ്പെട്ടവനെ കുറിച്ച് അവിടെയുള്ള കുട്ടികൾക്കുള്ള അഭിപ്രായം എന്താണ്? അധ്യാപകർക്കുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ അങ്ങനെ മോശപ്പെട്ടവനാണെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊന്നും ആരും എഴുതും പഠിപ്പിക്കൂല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആകെ കേടുവരികയാണ്, ഒന്നായിട്ട് കേടുവരുത്തുകയാണ്. അപ്പൊ നിങ്ങൾ ആരാൻ തീരുമാനിക്കണോ? അറിയാം, നിങ്ങൾ എന്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടി ഞാനാവണം എന്ന തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? എന്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടി ഞാനാവണം. പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, മാർക്കിന്റെ കാര്യത്തിൽ ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ആകാവുന്നതാണ്. മാർക്ക് ഇപ്പൊ എല്ലാവർക്കും വസ്ത്രമൊന്നും കിട്ടിക്കോളൊന്നുമില്ല, വ്യത്യാസങ്ങളുണ്ടാവും. ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എന്ത്? എന്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടി ഞാനാവണം. തീരുമാനം എടുക്കാൻ തയ്യാറുണ്ടോ? ആർ യു റെഡി? ഓക്കെ, യെസ് എന്ന് പറഞ്ഞാ പോരാ, സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടണം. റൈറ്റ്? അധ്യാപകർക്ക് തോന്നണം ഈ കുട്ടിക്ക് എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഈ കുട്ടി എങ്ങനെ ഇത്ര നന്നായി പോയി എന്ന് അവർക്ക് തോന്നണം. നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ല നിങ്ങളെ വെറുക്കുന്നതോ? യെസ്. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ട? നിങ്ങള് അവർക്ക് ഇഷ്ടപ്പെടും വിധം നിങ്ങൾ അങ്ങോട്ടും പെരുമാറണം. അത് വൺ വേ ട്രാഫിക് അല്ല. നമ്മുടെ ആളുകൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരോട് അങ്ങോട്ട് പെരുമാറണം. യു ആർ ബിഹേവ്ഡ് ആസ് യു ബിഹേവ്. നിങ്ങൾ പെരുമാറുന്നത് പോലെ നിങ്ങളോട് പെരുമാറപ്പെടുന്നു. യെസ്, അത് നിങ്ങളുടെ ലക്ഷ്യമാവണം. മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമായി മാറണം. സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടണം. അത് വളരെ പ്രധാനമാണ്. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കുവാനുള്ളത്, അപ്പൊ വേറെ ലക്ഷ്യങ്ങൾ എന്താ വെച്ചിരിക്കുന്നത്? നല്ല കുട്ടിയാവുക,
നല്ല വിദ്യാർത്ഥിയാവുക, നല്ല സ്വഭാവം ഉണ്ടാവുക. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ആവശ്യമുള്ളതാണ് നല്ല സ്വഭാവം. നല്ല സ്വഭാവം ഉണ്ടായാൽ നമുക്കുണ്ടാവുന്ന നേട്ടം എന്താണ്? ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും. മറ്റുള്ളവരെ ഇഷ്ടം നമ്മളെ സന്തോഷമാണ്, അല്ലേ? യെസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ഞായറാഴ്ച രാവിലെയാണോ ഏറ്റവും സന്തോഷം, അല്ല തിങ്കളാഴ്ച രാവിലെ? വെള്ളിയാഴ്ചയാണ്. എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത? സ്കൂള് ആവട്ടെ. പഠിക്കാൻ നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടായിരിക്കണം. മറ്റൊന്ന്, പഠനം ചിലർക്ക് പായസമാണ്, വേറെ ചില ആൾക്കാർക്ക് കഷായമാണ്. നിങ്ങൾക്കതെന്താ? കഷായം, പായസം. കഷായം, പായസം എന്താണ്? പഠനം നിങ്ങൾ എന്തായിരിക്കണം? 100% നിങ്ങൾക്ക് പായസമായിരിക്കണം. പഠിക്കാൻ നല്ല താല്പര്യം നിങ്ങൾക്കുണ്ടാവണം. പഠിക്കാൻ നല്ല താല്പര്യം. യെസ്. വായിക്കാൻ മടി തോന്നാറുള്ള ആളുകളൊന്ന് കൈവക്കുക. വീട്ടിൽ നിന്ന് വായിക്കാൻ മടി തോന്നാറുള്ള ആളുകൾ. ആ മടി മാറ്റണം. മടിയാണ് നമ്മളെ ഏറ്റവും വലിയ പരാജയം. മടി എന്ന് പറഞ്ഞാൽ എന്താ? മടി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും ചെയ്യാൻ സുഖം തോന്നാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുക. അതാ മടി. ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ചെയ്യാൻ സൗകര്യമുണ്ട്, പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു ഇല്ല. അവിടെയാണ് നമ്മളെ പരാജയം. അപ്പൊ മടി മാറ്റാൻ തയ്യാറാവുക. നമുക്ക് പലതരത്തിലുള്ള മടികളുണ്ട്. വായിക്കാൻ മടിയുണ്ട്, ഹോംവർക്ക് ചെയ്യാൻ മടിയുണ്ട്, രാവിലെ എഴുന്നേൽക്കാൻ മടിയുണ്ട്, അല്ലേ? വേറെ കുറെ മടി വേറെ ഇല്ലേ? പലതരം. അനുസരിക്കാൻ മടി, അനുസരിക്കാനും ചിലപ്പോൾ മടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ മടി എന്താക്കണം? മടി നമ്മൾ മാറ്റണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. യെസ്. ഇനി വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് ആത്മവിശ്വാസം. എന്താണ്? എന്തിനും നമുക്ക് ആത്മവിശ്വാസം വേണം. എനിക്ക് ഡോക്ടർ ആവാൻ കഴിയും, എനിക്ക് എഞ്ചിനീയർ ആവാൻ കഴിയും, എനിക്ക് ഇന്നത് നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്. ആത്മവിശ്വാസം വളരെ പ്രധാനമാണ്. മഹാത്മാഗാന്ധി എങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഇറങ്ങി? എത്ര കഷ്ടപ്പെട്ടു! ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസമാണ് മഹാത്മാഗാന്ധിയെ ഇറക്കിയത്. അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത്. അബ്രഹാം ലിങ്കൺ 18 പ്രാവശ്യമാണ് പരാജയപ്പെട്ടത്. 18 പ്രാവശ്യം പരാജയപ്പെട്ടിട്ട് മത്സരം നിർത്തിയില്ല. അവസാനം അമേരിക്കയുടെ പ്രസിഡന്റായി. യെസ്. ബൾബ് കണ്ടുപിടിച്ചതാരാ? തോമസ് ആൽവാ എഡിസൺ. ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എത്ര വട്ടം പരാജയപ്പെട്ടു? 1000-ലേറെ പ്രാവശ്യം പരാജയപ്പെട്ടു. പക്ഷെ നിർത്തിവെച്ചില്ല. നമ്മൾ 2 പരാജയം വരുന്നതോടുകൂടി എന്താക്കും? നിർത്തിവെക്കും. ആത്മവിശ്വാസം വളരെ പ്രധാനമാണ്. ഇനി നിങ്ങൾ ആത്മവിശ്വാസം ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് വിജയിക്കാനുള്ള ആത്മവിശ്വാസം എന്ന ഗുണമുണ്ടോ എന്നാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. യെസ്. ഞാൻ ഇത്രയും സമയം ക്ലാസ് എടുത്തു. എന്റെ ക്ലാസിനെ പറ്റി ഇവിടെ വന്ന് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. രണ്ടാണുള്ളത്. പേരെന്താ പറഞ്ഞത്? മിസ്റ്റർ സൂരജ്. ഞങ്ങൾക്കൊക്കെ കലക്ടർ ഉണ്ടായിരുന്നു, സൂരജ്, കോഴിക്കോട്. കൊടുങ്ങല്ലൂർക്കാരാ തോന്നുന്നു. മിസ്റ്റർ സൂരജ്. ഓക്കെ, എന്താ പേരെന്താ? ഫാറൂഖ്. ഇപ്പൊ കണ്ടോ, 2 പേർക്ക് ഇവിടെ വന്ന് എന്റെ ക്ലാസിനെ പറ്റി അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളും കണ്ടു, ഐദർ സാജും കണ്ടു, എല്ലാവരും കണ്ടു.
ഇനി നമ്മൾ നോക്കുക, വ്യക്തിത്വ വികസനം നിങ്ങൾ പഠിക്കണോ പഠിക്കണ്ടേ? ഇരിക്കെല്ലാരും. രണ്ടാൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന് എന്റെ ക്ലാസ്സിനെ പറ്റി അഭിപ്രായം പറയാൻ കഴിയുന്നുള്ളൂ. Now, എല്ലാവരും കണ്ണടക്ക, എല്ലാവരും കണ്ണടക്ക. മനസ്സിൽ മാത്രം നാവനക്കാതെ, ചുണ്ടനക്കാതെ, തൊണ്ടയനക്കാതെ ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ. ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഇവിടെ വന്ന് എന്റെ പ്രസംഗത്തെ പറ്റി അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഞങ്ങൾ പറയുന്നു. ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ. ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ. എനിക്ക് കഴിയും, എനിക്ക് കഴിയണം, എനിക്ക് കഴിയും. മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ണടച്ച് തന്നെ വെക്കുക. എന്റെ ക്ലാസ്സിനെ പറ്റി ഇവിടെ വന്ന് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കഴിയുന്നവർ കൈപൊക്കുക. യെസ്, 13 ആളുകൾക്ക് അതിനുള്ള കഴിവ് വന്നിട്ടുണ്ട്. താഴ്ത്തിയിട. ഇനി കണ്ണടച്ച് തന്നെ വെക്കുക. നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതായും ആളുകൾ നിങ്ങളുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നതായും മനസ്സിൽ കാണുക. നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു, നിങ്ങളെ പ്രസംഗം കേട്ട് ആളുകൾ കൈയടിക്കുന്നു. അത് നിങ്ങൾ മനസ്സിൽ കാണുക. എന്റെ ക്ലാസ്സിനെ പറ്റി ഇവിടെ വന്ന് അഭിപ്രായം പറയാൻ കഴിയുന്നവർ കൈപൊക്കുക. ചില ആളുകൾ ഉറങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കണ്ണു തുറക്ക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എന്റെ ക്ലാസ്സിനെ പറ്റി ഇവിടെ വന്ന് അഭിപ്രായം പറയാൻ കഴിയുന്നവർ ഇരിക്കുക. അഭിപ്രായം പറയാൻ കഴിയാത്തവർ ഇങ്ങോട്ട് വരിക. യെസ്, എന്തിനാ ഇപ്പൊ നിങ്ങളിവിടെ പോന്നിരിക്കുന്നത്? വിളിച്ചിട്ട് വന്നതാല്ലേ? അതാണ് മറുപടിയാണ്, വിളിച്ചിട്ട് വന്നതാണ്. എന്നാലൊരു മക്കളെ ഞങ്ങളോട് കാര്യം പറഞ്ഞുതരാം. കഴിയൂന്ന് വിചാരിച്ചാൽ നടക്കും, കഴിയൂല എന്ന് വിചാരിച്ചാൽ നടക്കൂല. കഴിയൂന്ന് വിചാരിച്ചാൽ നടക്കും, കഴിയൂല എന്ന് വിചാരിച്ചാൽ if you think you can, you can. If you think you can't, you can't. I repeat, if you think you can, you can. If you think you can't, you can't. നീ പറയേണ്ട വാചകവും വേണം ഞാൻ പറഞ്ഞു തന്നേക്കാം. ഒന്നുകിൽ ഒരു നല്ല വാചകം പറയുക, സാറെ ക്ലാസ് വളരെ നന്നായിരുന്നു, സാറിന് നന്ദിയുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് വളരെ മോശമായിരുന്നു, സാറ് മാപ്പ് ചോദിക്കേണ്ടതാണ്. ഞാൻ വാക്കറിയാത്തോണ്ട് നീ പറയാക്കണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഇത്രേ പറയേണ്ടത്. ഏത്? സാറെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു, സാറിന് നന്ദിയുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് വളരെ മോശമായിരുന്നു, ഞങ്ങളെ സമയം പാഴാക്കിയതിന് സാറ് ഞങ്ങളോട് നന്ദിയാ. യെസ്, അതാ പറയേണ്ടത്, അത്രേ പറയേണ്ടതുള്ളൂ. എല്ലാവരും കണ്ണടക്ക. ഐക്യൻ ഐക്യൻ എല്ലാവരും പറഞ്ഞാട്ടെ. ഓക്കെ, കണ്ണുറക്ക. ആരാ പറയണേ? ഇതൊന്ന് പറയാ ക്ലാസിനെ പറ്റി അഭിപ്രായം. സാറിന്റെ ക്ലാസ് നല്ലതാണ്, നന്ദിയുണ്ട്. അടുത്ത ആൾ ആരോ വാങ്ങണം നോക്കും. ആരാ വാങ്ങേണ്ടത്? സാറെ ക്ലാസ് നല്ലതാണ്, നന്ദിയുണ്ട്. ഓക്കെ, അടുത്ത ആരാ നോക്കാരോ? സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു, നന്ദിയുണ്ട്. ഓക്കെ, ആരാ കിട്ടുന്നു? സാറിന്റെ ക്ലാസ് നന്ദിയുണ്ട്, നന്ദി. സാറിന്റെ ക്ലാസ് നല്ലതാണ്, നന്ദിയുണ്ട്. സാറിന്റെ ക്ലാസ് നല്ലായിരുന്നു, നന്ദി, നമസ്കാരം. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു, നന്ദിയുണ്ട്. എന്തെങ്കിലും കൂട്ടി പറയട്ടോ. സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു, താങ്ക്സ്. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു, താങ്ക്സ്. സാറിന്ന് പഠിപ്പിച്ചത് നല്ല കാര്യങ്ങളാണ്. കുറച്ച് മാറ്റി പറയാൻ കഴിയും. സാറിന്റെ ക്ലാസ് നന്നായിരുന്നു, നന്ദി. സാറിന്റെ
സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഗുഡ്, എക്സലന്റ്. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരിക്കുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് നന്നായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല മനസ്സിലായി. സാറിൻ്റെ ക്ലാസ് നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് നല്ലതാണ്. നല്ലത് പഠിക്കാൻ കഴിവുണ്ട്. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ നല്ലായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. സാറിൻ്റെ ക്ലാസ് നന്നായി പറഞ്ഞായിരുന്നു. ഗുഡ്. ഇനി ഞാൻ ഒരാൾക്കൊരു ചാൻസ് തരാം. ആർക്കാ വേണ്ടത്? വേണ്ടവരെ എഴുന്നേറ്റിരിക്ക. ആഹാ, താങ്കൾ പഠിക്കേണ്ടത് ആത്മവിശ്വാസം വളർത്താൻ. ആത്മവിശ്വാസം വളർന്നാൽ മലയും മറച്ചിടാം. പറ്റുന്നത് എന്താ നിങ്ങള് സ്കൂളിൽ നിന്ന് നിങ്ങൾ ആത്മവിശ്വാസം വളർത്താൻ ആവശ്യമായ കാര്യമായ ഒന്നും നടക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കോളൂ. ഇത്തരം ക്ലാസ്സുകളിലൂടെ മാത്രമേ നിങ്ങൾ ആത്മവിശ്വാസം. അവിടെ അതിന് സമയമില്ല. അവിടെ ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിച്ച് സമയം പോകും. ജീവിതത്തിൽ വിജയിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. ഇരിക്കെല്ലാരും. ഞാൻ ഒരാൾക്കൊരു ചാൻസ് തരാം. ആർക്കാ വേണ്ടത്? കം. അസ്സലാമു അലൈക്കും. എനിക്ക് സാറിൻ്റെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യുവർ ക്ലാസ്. എനിക്ക് നല്ലത് പഠിക്കാൻ പറ്റി. എനിക്ക് നല്ല ആത്മവിശ്വാസം വളർന്നു കിട്ടി. ഇത്രയും പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഇനി ഒരാൾക്കൊരു ചാൻസ് തരാണ്. ആർക്കാ വേണ്ടത്? കമ്മിയോ. സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി പഠിക്കുന്നതിലും കൂടുതൽ ഇവിടെ വെച്ച് പഠിച്ചു. ഇനി ഒരാൾക്ക് ചാൻസ് തരാൻ ആർക്കാണ്? ആളുകൾ കുറെ ആയിപ്പോ. ഇനി എല്ലാവർക്കും കൂടി ചാൻസ് തരാൻ സമയമല്ല. ഓക്കെ, യു കമ്മിയ. അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഇന്ന് എന്താണ് ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് നമ്മളിന്ന് സാറ് നമ്മളെ പഠിപ്പിച്ചു. ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിച്ചു. വിജയം എന്താണെന്ന് പഠിപ്പിച്ചു. സാറ് ശരിക്കും പറഞ്ഞ സത്യമാണ്. നമുക്ക് വേറെ ഒരിടത്തുനിന്നും ഇങ്ങനെ ഇത്രയും നല്ല വിജ്ഞാനങ്ങളൊന്നും കിട്ടൂല. എന്തായാലും ഞാൻ വളരെ സന്തോഷത്തിലാണ്. അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ. ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടേണ്ടതായിട്ട്. മറ്റൊന്ന് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട എന്താ? നിങ്ങൾ വ്യക്തിത്വ വികസനം പഠിക്കാൻ ലക്ഷ്യം വെക്കുക. എന്താണ് ഇപ്പൊ പഠിപ്പിക്കുന്ന വിഷയം? അതാണ് വ്യക്തിത്വ വികസനം. അത് പഠിക്കാൻ നമ്മൾ ലക്ഷ്യം വെക്കണം. നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ നമ്മൾ പഠിക്കണം. മടി മാറ്റാൻ നമ്മൾ പഠിക്കണം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിക്കുന്ന എല്ലാ വിഷയവും നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ചില ആളുകൾക്ക് ചില വിഷയത്തോട് മാത്രമാണ് ഇഷ്ടമുള്ളത്, അല്ലേ? അത് പറ്റില്ല. 10ാം ക്ലാസ് വരെ എല്ലാ വിഷയവും നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. അതിന്റെ ശേഷം ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ ഓരോന്നോരോന്നായി എന്താക്കാം? ഒഴിവാക്കാം. +1 വരുമ്പോൾ ഇഷ്ടമില്ലാത്ത കുറച്ച് വിഷയം ഒഴിവാക്കാം. പിന്നെ ബിരുദത്തിന് വരുമ്പോൾ ഇഷ്ടമില്ലാത്ത കുറച്ച് വിഷയം പിന്നെ ഒഴിവാക്കാം. PGക്ക് വരുമ്പോൾ ഇഷ്ടമുള്ള ഒരൊറ്റ വിഷയം എടുത്താൽ മതി. ഇതാ വിദ്യാഭ്യാസം. അത് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ആ വിഷയം ഇഷ്ടമല്ല, ഈ വിഷയം ഇഷ്ടമല്ല എന്നൊന്നും പറയാൻ പാടില്ല. 10ാം ക്ലാസ് വരെ എല്ലാ വിഷയവും ഇഷ്ടപ്പെട്ടേ പറ്റൂ. CBSE നേരിയ മാറ്റമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? 8ാം ക്ലാസ് കഴിഞ്ഞാൽ ഏതോ വിഷയമാക്കുന്നുണ്ടോ? CBSE സിലബസിൽ പഠിക്കുന്നവരാരുള്ളത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാരുണ്ടോ? നയൻത്തിലേക്കാണ്. നയൻത്തിൽ എന്തൊക്കെ ഉണ്ട് CBSE? അല്ലെങ്കിൽ ഉണ്ടോ? അതേ സ്ഥാനത്ത് കേരള സിലബസ് ആണെങ്കിലോ മലയാളം നിർബന്ധമാണ്. മലയാളത്തിന്റെ കൂടെ ഹിന്ദിയും നിർബന്ധമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. CBSE ഇങ്ങനെയുള്ള ചില ചോയ്സുകൾ. യെസ്. ഇപ്പൊ 10ാം ക്ലാസ് വരെ എല്ലാ വിഷയവും നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. എനിക്കൊരു വിഷയം ഇഷ്ടമല്ല എന്ന് പറയാൻ പാടില്ല.
എല്ലാ വിഷയവും നിങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പോഴേ നമുക്ക് പുരോഗതി. കാരണം 10ാം ക്ലാസ്സിലെ മാർക്ക് അനുസരിച്ചാണ് +1 നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അത് മനസ്സിലായോ? 10ാം ക്ലാസ്സിൽ കിട്ടുന്ന മാർക്ക് അനുസരിച്ചാണ് +1 നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പൊ അത് മനസ്സിൽ കരുതേണ്ടതാണ്. നമ്മൾ എപ്പോഴും നമ്മളിത് അറിഞ്ഞിരിക്കണം. യെസ്. അതോടൊപ്പം തന്നെ നമ്മളൊരു വലിയ വിഷയമാണ് ഓർമ്മശക്തി, അല്ലേ? പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകുന്നു എന്ന് പറയുന്നതിലൊക്കെ ഒന്ന് കൈവൂക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മറന്നു പോകുന്നവര്? ചിലത് മറന്നു പോകും. മറന്നു പോകാനുള്ള ഒരു കാരണം എന്താ അറിയോ? ഒന്ന്, ആവർത്തിക്കാത്തത് കൊണ്ടാണ്. ആവർത്തിക്കാത്തതെല്ലാം എന്തായി പോവും? ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിച്ച പദ്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എന്ത് മറന്നുപോയത്? ആവർത്തിക്കാത്തത് കൊണ്ട് മറന്നുപോയതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? കൊല്ലാദ്യം മുതൽ പഠിപ്പിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പഠിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ് പഠിക്കേണ്ട മെത്തേഡ്? ഇന്ന് പഠിപ്പിച്ചത് ഇന്ന് തന്നെ ഒരു വട്ടം എടുത്തു നോക്കണം. അപ്പോൾ അത് മനസ്സിൽ ഉറക്കുള്ളൂ. പിന്നെ നാളെന്താണ് പഠിക്കുക എന്ന് പുസ്തകം വെറുതെ ഒന്ന് എടുത്തു നോക്കുക, പഠിപ്പിക്കുക. നാളെന്താണ് പഠിപ്പിക്കുക. മൂന്നാമത്, ആദ്യം മുതൽ തുടങ്ങിയത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവസാനം ടെൻഷൻ അടിക്കേണ്ടി വരികയും ഇല്ല. അത് മനസ്സിലാക്കുക. അപ്പൊ വിദ്യാർത്ഥിക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഓർമ്മശക്തി. ഓർമ്മശക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ഒന്ന്, നിങ്ങൾ താല്പര്യത്തോടുകൂടി പഠിക്കണം. താല്പര്യത്തോടുകൂടി പഠിക്കണം. മനസ്സില്ല മനസ്സോടെ പഠിച്ചാൽ മനസ്സിൽ ഇത് പെട്ടെന്ന് നീങ്ങിപ്പോകും. മറ്റൊന്ന്, ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഓർമ്മശക്തിയുടെ രണ്ടാമത്തെ തത്വമാണിത്. കോൺസെൻട്രേഷനോടുകൂടി പഠിക്കണം. 3, എനിക്ക് ഓർമ്മിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കണം. എനിക്ക് ഓർമ്മിക്കാൻ കഴിയും. ഇത് പെട്ടെന്ന് മറന്നു പോകുമോ എന്ന് സംശയിച്ചുകൊണ്ടിരുന്നാൽ എന്താകും? നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. ഒന്നത്. നാലാമത്തത്, ഓർമ്മശക്തി കൂടാനുള്ള ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അതും കഴിക്കണം. എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തോ ഒന്നുണ്ടല്ലോ, ഏതാ? കാൽസ്യം. അത് നിങ്ങൾക്കറിയാലോ. ഇതുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, ന്യൂട്രീഷൻ. ഒന്ന് ആപ്പിൾ. ഏതാണ്? ആപ്പിൾ. പിന്നെ അത്തിപ്പഴം. അത്തിപ്പഴം എന്നൊരു പഴം വാങ്ങാൻ കിട്ടും. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ്. മറ്റൊന്ന് അക്രോട്ടണ്ടി എന്ന് പറയുന്ന ഒന്നുണ്ട്, വാൾനട്ട്. പൊളിച്ചു നോക്കിയാൽ തലച്ചോറ് പോലെയുണ്ടാവും. അതും വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് തേൻ, ചെറുതേൻ. തേൻ 2 എണ്ണം ഉണ്ട്, വലിയ തേന്, ചെറിയ തേൻ. ഒരു ചെറിയ സ്പൂൺ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എത്രയധികം നമ്മളെ നാട്ടിലെ തേങ്ങ വരെ ഓർമ്മശക്തിയെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെ മുറ്റത്തുള്ള തേങ്ങയായതുകൊണ്ട് മുറ്റത്തെ മുല്ലക്ക് മണം ഉണ്ടാവില്ല. ഇത് മുറ്റത്ത് കിട്ടുന്നതായതുകൊണ്ട്. പക്ഷെ കാശ്മീരിലെ ആപ്പിൾ നമുക്ക് പ്രധാനമാണ്, അല്ലേ? കാശ്മീരികൾക്ക് ആപ്പിൾ ഒരു പ്രശ്നമേ അല്ല, അവർക്ക് തേങ്ങ വലിയ കാര്യമാണ്. അതാണ് അതിന്റെ രീതി. മനസ്സിലായല്ലോ? അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തില് എന്താകാം? ഓർമ്മശക്തിക്ക് വേണ്ടി ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ അധികമുണ്ട് എങ്കിൽ മരുന്നും ആകാവുന്നതാണ്. ഏതാണ്? അജമാംസ രസായനം. അജമാംസ രസായനം പറഞ്ഞാൽ ഏതാണ് സംഭവം അറിയോ? ആട്ടിറച്ചി ചേർത്തുണ്ടാക്കുന്ന ഒരു രസായനാണ്. ഇപ്പം കിട്ടുന്ന അജമാംസ രസായനത്തെ പറ്റി വേളൂർ കൃഷ്ണൻകുട്ടി എന്താ പറഞ്ഞാൽ, നിങ്ങള് ആടറിയാതെ ഉണ്ടാക്കുന്ന രസായനം എന്നാ. ആട് അറിയാതെ, അതിന്റെ അർത്ഥം എന്താ? അതിൽ ആട് ഉണ്ടാവൂല. യെസ്. അജമാംസ രസായനം പറ്റിയാലും ഇല്ലെങ്കിലും ബ്രഹ്മീകൃതം എന്ന് പറയുന്ന ഒന്നുണ്ട്, പഴയ ആയുർവേദത്തിലെ മരുന്നാണ്. ശംഖുപുഷ്പി പറ്റും. അപ്പൊ ഒന്ന് ബ്രഹ്മീകൃതം, പഴയ ആയുർവേദ മരുന്നാണ്.
കഴിച്ചു നോക്കാം. ബ്രഹ്മി അടങ്ങിയ ഏതെങ്കിലും ഗുളികകൾ പറ്റും. എങ്ങനെ? ഒരു ബ്രഹ്മി ഒരു ഇലയാണ്, അത് പൊടിച്ച് ക്യാപ്സ്യൂൾ ലഭ്യമാണ് ഇപ്പോൾ. ബ്രഹ്മിന്റെ ആരെങ്കിലും വീട്ടില്? ആരുടെ വീട്ടിലാണ്? യെസ്. എന്നാൽ അത് എടുത്തിട്ട് അതിന്റെ നീരെടുക്കുക, അതിൽ കുറച്ച് തേനും ചേർക്കുക, എന്നിട്ട് അങ്ങ് കുടിക്കന്നെ. ഓക്കെ, അതാണ് ബ്രഹ്മി. നേരിയ ചോയ ഉണ്ടാവും. ഇപ്പൊ അത് ക്യാപ്സ്യൂൾ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. ക്യാപ്സ്യൂളും ലഭ്യമാണ് ബ്രഹ്മിയുടെ. അപ്പോൾ വേണമെങ്കിൽ മരുന്നിലേക്കും പോകാവുന്നതാണ്. ഓർമ്മശക്തി നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കഴിവായിട്ട് നമ്മൾ കാണണം. മറ്റൊന്ന്, നിങ്ങൾ ചെയ്യേണ്ടത് അവസരം കിട്ടുകയാണെങ്കിൽ മെമ്മറി ടെക്നിക്കുകൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. മെമ്മറി ടെക്നിക്കുകൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അത്തരം ക്ലാസ്സുകൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യാം. അങ്ങനെയും ഒരുപാട് കാര്യങ്ങൾ ഓർക്കാൻ കഴിയും. വേണമെങ്കിൽ ഒരു മെമ്മറി ടെക്നിക്കിന്റെ രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. നിങ്ങൾ ഇക്കൊല്ലത്തെ ഒരു ഡേറ്റ് പറയൂ, അതിന്റെ ദിവസം പറയാൻ ഞാൻ ശ്രമിക്കാം. കലണ്ടർ ഉണ്ട് ആരെങ്കിലും കയ്യിൽ? മൊബൈലിൽ കലണ്ടർ ഉണ്ടോ? ഈ കൊല്ലത്തെ ഒരു ഡേറ്റ് പറയാ, ദിവസം പറയാൻ ഞാൻ ശ്രമിക്കാം. മെയ് 26 വ്യാഴം. ഇനി വേറെ ഡേറ്റ് ചോദിച്ചോളൂ. ഏതാണ്? ഏപ്രിൽ 12. ഇറ്റ് ഈസ് എ ട്യൂസ്ഡേ, ചൊവ്വ. ശരിയാണോ? അസൂയല്ലേ? കയ്യടിക്കാം. വേറെ ഡേറ്റ് നവംബർ 12. കുറച്ചുകൂടി അപ്പുറത്ത് നീട്ടിയെടുത്തത് എന്നെ ബുദ്ധിമുട്ടാക്കാൻ കഴിയുമോ നോക്കുക. അതൊരു സുഖമാണല്ലോ. നവംബർ 12. നവംബർ 12. ഇറ്റ് ഈസ് എ സൺഡേ. ഇത് വാസ്തവത്തിൽ ഒരു മെമ്മറി ടെക്നിക്കാണ്. കണ്ണടിച്ചാൽ നിങ്ങളൊന്ന് കണ്ണടിച്ചു നോക്കി എന്നാ പറയാ. ഡിസംബർ 32 കണ്ണടിച്ചു നോക്കിയ. ഇത് വെറും ഒരു ചെറിയ കാൽക്കുലേഷൻ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇങ്ങനെ ഓർക്കാൻ വേണ്ടിയുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളൊക്കെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ഇവിടെ എനിക്ക് സമയമില്ല. മെമ്മറി ടെക്നിക്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഒരു ദിവസം 2 ദിവസത്തെ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഓർമ്മശക്തിയൊക്കെ അത്ഭുതകരമായി നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. വിവിധങ്ങളായ രീതിയിൽ ഓർക്കാൻ കഴിഞ്ഞാൽ പോരെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ കളറുകൾ ഓർക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നുണ്ട്. വിബ്ജിയോർ അല്ലേ? വിബ്ജിയോർ. അതോടുകൂടി നമുക്ക് ഓർമ്മാവും അല്ലേ? പിന്നെ ഗ്രഹങ്ങളെല്ലാം ഓർക്കാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ടോ? ഏതാണ്? സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സ് ഓർക്കാൻ വേണ്ടി എന്തോന്നുണ്ട്. ഇങ്ങനെ നമുക്കുണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ക്ലാസ്സുകളിലും നമ്മൾ എന്താവണം? അറ്റൻഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ അത്ഭുതകരമായി നമുക്ക് വികാസമുണ്ടാക്കും. നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ എന്തായി തീരണം വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളിലൂടെ പിന്നിട്ട് പോകണം. ആർക്കൊക്കെയാണ് ഇപ്പൊ എഞ്ചിനീയർമാരാവേണ്ടത്? ഒന്ന് കൈവക്കുക. ഓക്കെ, എഞ്ചിനീയർ ആവാൻ ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം പറയൂ. ഏത് പരീക്ഷ പാസ്സാവണം? അതെ, അതിനു മുമ്പ് 10ാം ക്ലാസ് കഴിയണം. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിയണം. +2 കഴിഞ്ഞ് എൻട്രൻസിൽ എല്ലാവരും പാസ്സാകുമോ? പാസ്സാകുമോ? പാസ്സാവില്ല. എത്ര സീറ്റാണോ ഉള്ളത് അത്രയും ആളുകൾ മാത്രമേ പാസ്സാവുകയുള്ളൂ. മത്സര പരീക്ഷയാണത്, സാധാരണ പരീക്ഷയല്ല. എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ എഞ്ചിനീയർ ആവാൻ കഴിയുകയുള്ളൂ. എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി കിട്ടിയാൽ പിന്നെ എഞ്ചിനീയറായി കയറുന്നു. ഇപ്പോൾ എഞ്ചിനീയർ ആയാൽ മാത്രവും പോരാ, വലിയ വലിയ സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗിന്റെ പുറമെ MBA കൂടി ഉണ്ടെങ്കിൽ അവരെയാണ് എടുക്കുന്നത്. മനസ്സിലാക്കിക്കോ. കാരണം എഞ്ചിനീയർ ആയാലും മെഷീനറി എങ്ങനെ നടത്തണമെന്നേ പഠിക്കുള്ളൂ. മനുഷ്യൻ എങ്ങനെ ഭരിക്കണമെന്ന് പഠിക്കൂല. മെഷീനറി മനുഷ്യനില്ലാതെ നടക്കുമോ?
അപ്പൊ മിഷനറി എങ്ങനെ നടത്തണമെന്നും മനുഷ്യനെ എങ്ങനെ നടത്തണമെന്നും ആര് പഠിക്കണം? എഞ്ചിനീയർ പഠിക്കണം. എഞ്ചിനീയർ പഠിക്കണം. എഞ്ചിനീയർ അത് മതിയാവില്ല. ഇന്റർവ്യൂവിന് പോകുമ്പോൾ സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. യെസ്, സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. അതും പ്രധാനം തന്നെയാണ്. മനസ്സിലായി? യെസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ? എന്തെങ്കിലും സംശയങ്ങൾ? ആ ഡേറ്റ് നോക്കുന്നത് എങ്ങനെ എന്നാണ് അറിയേണ്ടത്, അല്ലേ? അത് പഠിക്കണോ? അതിന് കാര്യമായ സംഖ്യ വേണ്ടി വരും. ഏതായാലും ഞാൻ പറയാൻ ശ്രമിക്കാം. ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സിന് ഒരാൾ വന്നിട്ട് ഒന്ന് നന്നായിട്ട് നന്ദി പറയണം. ആരാ പറയാ? ആരാ ഒന്ന് നന്നായി പ്രസംഗിച്ചിരുന്നല്ലോ ലാസ്റ്റ്? ആരായിരുന്നു? യു കം ഹിയർ. നന്ദി പറഞ്ഞാട്ടെ. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ആ പരിപാടി വിജയിപ്പിച്ച നമ്മളുടെ സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. അസ്സലാമു അലൈക്കും. താങ്ക് യു. ആ കലണ്ടർ പഠിക്കണോ? അതിന് ഗുരുദക്ഷിണ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. എഴുതിയെടുത്തോളൂ. ഇതിന് ഒരു മെമ്മറി ടെക്നിക്സ് ഉണ്ട്, ഒരു കോഡ് ഉണ്ട്. ഓരോ മാസത്തിനൊരു കോഡ്. അതിന് പേനയും കടലാസും വേണ്ട ആളുകളുടെ കയ്യിൽ. അല്ല, എഴുതിയെടുത്തോളൂ. മാസത്തിനൊരു കോഡ് ഉണ്ട്, വേഗം എഴുതിക്കോളാം. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്റെ സമ്മതമല്ലാതെ ഒറ്റ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്റെ സമ്മതമല്ലാതെ ഒരു കുട്ടിക്കും പറഞ്ഞെടുക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ അതിലുണ്ട്. ഓക്കെ, യെസ്. മാസത്തിന്റെ ഒരു കോഡ് ഉണ്ട്, എഴുതിക്കൊള്ളാം. ജനുവരി 1. ഇത് പഠിക്കാൻ വെറും 5 മിനിറ്റ് മതി. ഓൺലി 5 minutes. അതുവരെ നമുക്കിത് അത്ഭുതമാണ്. ജനുവരി കോഡ് 1, ഫെബ്രുവരി 4, മാർച്ച് 4, ഏപ്രിൽ 0, മെയ് 2, ജൂൺ 5, ജൂലൈ 0, ഓഗസ്റ്റ് 3, സെപ്റ്റംബർ 6, ഒക്ടോബർ 1, November 4, December 6. I repeat, January 1, February 4, March 4, April 0, May 2, then June 5, July 0, August 3, September 6, October 1, November 4, December 6. ഇതുപോലും ഞാൻ പറയുന്നത് ഒരു മെമ്മറി ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ല, ഇതിങ്ങനെ പറയാൻ കഴിയില്ല. ഓക്കെ, ഇത് മാസത്തിന്റെ കോഡാണ്. ഇനി ഈ കൊല്ലത്തിനൊരു കോഡുണ്ട്. 2011 കോഡ് 5 റൈറ്റ്. അടുത്ത കൊല്ലത്തിന്റെ 6. ഇനി എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുന്നത്? ഒരു ദിവസം നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ എടുക്കാം. ഇന്നത്തെ ഡേറ്റ് ചോദിക്കുന്നതായിരിക്കാം. ഇന്നെന്താ ഡേറ്റ്? 23 ഏപ്രിലാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി കൂട്ടിക്കോളൂ. 23 പ്ലസ് ഇന്നത്തെ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 23 പ്ലസ് മാസത്തിന്റെ കോഡ് എത്ര നോക്കൂ? 0 പ്ലസ് 0 പ്ലസ് ഒന്നും ഉണ്ടാവില്ല. 4 പ്ലസ്. പിന്നെ കൊല്ലത്തിന്റെ കോഡ് എത്ര? 5. ടോട്ടൽ എത്ര വന്നു നോക്കുക? 28. അതിനെ 7 കൊണ്ട് ഹരിച്ച് സിസ്റ്റം എത്ര വരുന്നു എന്ന് നോക്കുക. സിസ്റ്റം ഇല്ല. ആരാ പറഞ്ഞ 6? എത്ര പ്രാവശ്യം പോകുമെന്നല്ല നോക്കേണ്ടത്, ഹരിച്ചതിന്റെ ശേഷം വാട്ട് ഈസ് ദ റിമൈൻഡർ. സിസ്റ്റല്ല എന്ന് പറഞ്ഞാൽ സിസ്റ്റം 0. സിസ്റ്റല്ല എന്ന് പറഞ്ഞാൽ സിസ്റ്റം 0 ആണെങ്കിൽ ദിവസം ശനിയാഴ്ച ആയിരിക്കും. ഇന്നെന്താ ദിവസം?
ഇന്ന് ശനിയാഴ്ച. ശിഷ്ടം 0 ആണെങ്കിൽ ദിവസം ഏതായിരിക്കും? ശിഷ്ടം 1 ആണെങ്കിൽ ഞായർ. ബാക്കി വളരെ എളുപ്പമാണ്. വേണേ നിങ്ങൾ ഇനി തത്വപ്രകാരം 2 ആണെങ്കിൽ തിങ്കൾ, 3 ആണെങ്കിൽ ചൊവ്വ, അങ്ങനെ നേരെ അങ്ങ് പോവും. 6 ആണെങ്കിൽ വെള്ളി. 7 ആവുമ്പോ പിന്നെ ശിഷ്ടം എന്താവും? 0 ആവും. 0 ആവുമ്പോ എന്തായിരിക്കും ദിവസം? സാറ്റർഡേ. വേണേ നമ്മ ഇക്കൊല്ലത്തെ ആഗസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞായറാഴ്ച തിങ്കളാഴ്ച നമുക്കൊരു ദിവസം കിട്ടുമെന്ന് നോക്കിക്കളയാം. എല്ലാവരും ഒന്ന് കൂട്ടി നോക്കുക ഈ തത്വപ്രകാരം. അടുത്ത ആഗസ്റ്റ് 15 എന്തായിരിക്കും ദിവസം? ആഗസ്റ്റ്, ഈ വരുന്ന ആഗസ്റ്റ്. ഒന്ന് കൂട്ടുക എല്ലാവരും. ആർക്കാണ് ഉത്തരം കിട്ടുന്നത് വെച്ചാൽ എഴുന്നേറ്റ് പറയാം. കിട്ടിയോ? തിങ്കൾ. ഇവര് പറയുന്നു തിങ്കൾ. നോക്കാം നമുക്ക്. ആഗസ്റ്റ് 15 അല്ലേ? 15 പ്ലസ് ആഗസ്റ്റിന്റെ കോഡ് എത്രയാണ്? 3. 15 3 18. ഇയർ കോഡ് എത്രയാണ്? 5. 18 5 23. 21. ബാക്കി എത്രയുള്ളത്? 2. 2 റിമൈൻഡർ എങ്കിൽ ഞായറാഴ്ച, തിങ്കളാഴ്ച. വളരെ സിമ്പിൾ ആണ്. 1 ബാക്കിയെങ്കിൽ സൺഡേ, 2 ബാക്കിയെങ്കിൽ മൺഡേ. ഇറ്റ് ഈസ് സോ സിമ്പിൾ ടു കാൽക്കുലേറ്റ്. മനസ്സിലായല്ലോ? മനസ്സിലായില്ല? ഇനി മനസ്സിലാത്തല്ലാരാ? വാട്ട് ഈസ് ദാറ്റ്? ഇംഗ്ലീഷിൽ പറയണം. Only then you can understand. Okay, what you have to do is when you are asked a date, you write the date plus the month code plus the year code, right? Total it. Then divide it by 7. Divide it by 7 and find out the remainder. Find out the remainder. If the remainder is 1, the day is Sunday. Remainder is 2, it is Monday. It goes like that up to 6. If the remainder is, there is no remainder. No remainder means 0. That means the day is Saturday. Understood? Good. Anything else? Yes, please. ഇയർ കോഡ് പിടിക്കുന്നത് 0 മുതൽ 7 കോഡ് ആകെ ഇയറിനുള്ളൂ. 0 1 2 3 4 5 6 ഇത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിങ്ങനെ മാറ്റി മാറ്റി എടുക്കുക ചെയ്യാം. 6 കഴിഞ്ഞാൽ പിന്നെ 0യിൽ തുടങ്ങും. അടുത്ത കൊല്ലം 0യിൽ തുടങ്ങും. ദാറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. മനസ്സിലായല്ലോ? ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? എന്റെ സമ്മതം കൂടാതെ ആരോടും. യെസ്. വേറെ എന്തെങ്കിലും? എനിത്തിങ് എൽസ്? കൂട്ടിയിട്ട് ഹരിക്കണം. ഹരിച്ചിട്ട് എത്ര പ്രാവശ്യം 7 പോകും എന്നല്ല നോക്കേണ്ടത്. 7 എത്ര പ്രാവശ്യം പോകുന്നല്ല നമ്മളെ പ്രശ്നം. ലാസ്റ്റ് എത്ര ബാക്കിയുണ്ട്? റിമൈൻഡർ. പണ്ടത്തെ മലയാളം ശിഷ്ടം എന്നാ പറയാ. ഇംഗ്ലീഷിൽ റിമൈൻഡർ. അങ്ങനല്ലേ പറയുന്നത്? റിമൈൻഡർ. ശിഷ്ടം എത്ര ഉണ്ട് നോക്കുക. അത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്യാറിയോ? എത്ര പ്രാവശ്യം പോകും നോക്കൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ദിവസം പറയാൻ മെനക്കെടൂ. നോ, അങ്ങനെയല്ല. റിമൈൻഡർ എന്താണോ അതനുസരിച്ചാണ് ദിവസം പറയേണ്ടത്. ഒന്നും സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ആവേശകരമായി ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. I wish you all the best. Thank you.